പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾക്കു മുന്നിൽ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ ജീവകാരുണ്യ പഞ്ചകം എന്ന കൃതിയിലെ രണ്ടാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. കൊല്ലാവൃതമുത്തമമാം അതിലും തിന്നാവൃതമെത്രയുമുത്തമമാം എല്ലാ മതസാരവുമോർക്കിലിതന്നല്ലേ പറയേണ്ടതു ധാർമ്മികരേ. കൊല്ലാവൃതമുത്തമമാം അതിലും തിന്നാവൃതമെത്രയുമുത്തമമാം എല്ലാ മതസാരവുമോർക്കിലിതന്നല്ലേ പറയേണ്ടതു ധാർമ്മികരേ. കൊല്ലാവൃതം ഉത്തമമാം. കൊല്ലാവൃതം എന്ന് പറഞ്ഞാൽ ഒരു ജീവിയെയും കൊല്ലുകയില്ല എന്നുള്ള ജീവിത വ്രതം, അത് ഉത്തമമാണ്. തിന്നാവൃതം അതിലും എത്രയും ഉത്തമമാം. മാംസാഹാരം ഭക്ഷിക്കുകയില്ല എന്നുള്ള വ്രതം കൊല്ലാവൃതത്തിനേക്കാളും ഉത്തമമാണ്, വളരെയധികം ഉത്തമമാണ്. ധാർമ്മികരെ എന്നുള്ള പദത്തിന് ധർമ്മിഷ്ഠന്മാരെ എന്ന അർത്ഥവും മതപണ്ഡിതന്മാരെ എന്ന അർത്ഥവും സ്വീകരിക്കാം. ഇത് രണ്ടും അത് തന്നെയാണ്. ഈ സംസ്കൃതത്തിൽ ധർമ്മം എന്ന പദത്തിൻ്റെ വാഗർത്ഥം മതം, റിലീജിയൻ എന്നാണ്. ഈ ലോകത്തെ താങ്ങി നിർത്തുന്ന മൂല്യങ്ങളുടെ, ജീവിത മൂല്യങ്ങളുടെ ആകെ തുകയാണ് ഓരോ മതങ്ങളും അവരവരുടേതായ രീതിയിൽ ദേശകാലാനുസാരികളായി ക്രോഡീകരിച്ച് മതഗ്രന്ഥങ്ങളിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ആ ധർമ്മ സംഹിതകളെ അനുവർത്തിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളെയാണ് ധാർമ്മികർ അല്ലെ ധർമ്മിഷ്ഠന്മാർ എന്ന് പറയുന്നത്. അവർ തന്നെയാണ് മതപണ്ഡിതന്മാർ. ഓർത്തു നോക്കിയാൽ എന്ന് പറഞ്ഞാൽ വിചാരം ചെയ്ത് നോക്കിയാൽ എല്ലാ മതസാരവും ഇതെന്നല്ലേ പറയേണ്ടത്. എല്ലാ മതങ്ങളുടെയും സാരം ഇതാണ് എന്നല്ലേ പറയേണ്ടത്. ഈ ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം. കൊല്ലാവൃതം ഉത്തമമാകുന്നു. മാംസാഹാര വർജനം അതിലുമധികം ഉത്തമമാണ്. മതപണ്ഡിതന്മാരെ വിചാരം ചെയ്തു നോക്കിയാൽ സർവമതങ്ങളുടെയും സാരം ഇതുതന്നെയാകുന്നു എന്നല്ലേ പറയേണ്ടത്. അത്യന്തം ചിന്തോദ്ദീപകമാണ് മതപണ്ഡിതന്മാരോടുള്ള ഗുരുവിൻ്റെ ഈ ചോദ്യം. ധർമ്മം എന്ന സംസ്കൃത പദം മതത്തെയാണ് സൂചിപ്പിക്കുന്നത്. സുചിന്തിതവും സുനിശ്ചിതവും സുഗ്രാഹ്യവുമായ ജീവിത മൂല്യങ്ങളുടെ സംഗ്രഹങ്ങളാണ് മതങ്ങൾ. യുക്തിയുടെയും ശാസ്ത്രത്തിൻ്റെയും ദാർശനികതയുടെയും പിൻബലമില്ലാത്ത മൂല്യസങ്കല്പങ്ങൾക്കൊന്നും ധാർമ്മിക അടിത്തറയില്ല. ധാർമ്മിക മൂല്യങ്ങളിൽ നിന്നും അണുവിട പോലും വ്യതിചലിക്കാതെ ജീവിതം നയിക്കുന്നവരാണ് ധാർമ്മികർ. അങ്ങനെയുള്ളവരോടാണ് ഗുരു ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. സർവ്വജീവജാലങ്ങളും ദൈവത്തിൻ്റെ സൃഷ്ടികളാകുന്നു എന്നാണ് ആസ്തിക മതങ്ങളെല്ലാം ഉദ്ഘോഷിക്കുന്നത്. സ്വന്തം സന്തതികളെ കൊന്ന് അവരുടെ രക്തം കുടിക്കാനും അവയുടെ മാംസം ഭുജിക്കാനും ആരാണ് ഇഷ്ടപ്പെടുക? ദൈവപുത്രന്മാരായ മനുഷ്യർ ദൈവത്തിൻ്റെ തന്നെ സന്തതികളായ മൃഗാദികളെ പിടിച്ച് കഴുത്തറുത്ത് അവയുടെ ചോര കൊണ്ട് ആരാധനാമൂർത്തികളെ അഭിഷേകം ചെയ്യുകയും അവയുടെ മാംസം തീയിലിട്ട് ചുട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ആരാധ്യ ദേവതകൾ അവരുടെ ഇഷ്ടകാര്യങ്ങൾ സാധിച്ചു കൊടുക്കുമെന്നുള്ള വിശ്വാസ പ്രമാണത്തിന്
എന്ത് സാധൂകരണമാണുള്ളത്? നിങ്ങൾ തന്നെ ഉത്തരം പറയുവിൻ ധാർമ്മികരെ എന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. യാഗാർത്ഥമുള്ള എന്ന് പറഞ്ഞാൽ യാഗത്തിന് വേണ്ടിയുള്ള ബലി, മൃഗങ്ങളെ കൊല്ലൽ നടത്തുവാൻ വൈദിക വിധിയുണ്ടെന്നാണ് ഹിംസാവാദികളായ മതനേതാക്കന്മാർ അവകാശപ്പെടുന്നത്. വൈദികമായ യജ്ഞഭാഷയും കർമ്മഭാഷയും മന്ത്രഭാഷയും തന്ത്രഭാഷയും വശമില്ലാത്തവരും വൈദിക കർമ്മവിധികളെ പ്രതീക കർമ്മങ്ങളായി മനസ്സിലാക്കാൻ പഠിച്ചിട്ടില്ലാത്തവരുമാണ് അശ്വമേധം, പശുമേധം, നരമേധം തുടങ്ങിയ യാഗങ്ങളുടെ പ്രയോക്താക്കൾ. വൈദിക വിധിപ്രകാരമുള്ള കർമ്മങ്ങളെല്ലാം പ്രതീകാർത്ഥപുഷ്ടങ്ങളാണ്. അശ്വം കായിക ശക്തിയുടെയും പശുത്വത്തിൻ്റെയും നരൻ മേധാവിത്വത്തിൻ്റെയും പ്രതീകങ്ങളാണ്. ഇപ്പറഞ്ഞ പ്രതീകങ്ങളുടെ ത്യാഗത്തെയാണ് അശ്വമേധവും പശുമേധവും നരമേധവും പ്രതീകവൽക്കരിക്കുന്നത്. പൂർവസൂരികൾ അനുഷ്ഠിക്കുകയും അവരുടെ പിന്മുറക്കാർ അനുവർത്തിക്കുകയും ചെയ്തു പോന്ന ഇത്തരം മൂല്യസംരക്ഷണ വിധികളെ ബുദ്ധിരാക്ഷസന്മാരായ ഒരു കൂട്ടർ ദുർവ്യാഖ്യാനം ചെയ്ത് വികസിപ്പിച്ചെടുത്ത നിരർത്ഥകങ്ങളായ കർമ്മങ്ങളിലാണ് കുതിരകളും പശുക്കളും സാധു മനുഷ്യരും ഹോമിക്കപ്പെട്ടത്. വസ്തുതാപരമായ ഈ മഹാരഹസ്യം കണ്ടെത്തി പ്രചരിപ്പിക്കാൻ വിവേകികളില്ലാതെ പോയതുകൊണ്ടാണ് ബലികർമ്മങ്ങൾ സാധൂകരിക്കപ്പെടുകയും കൊല്ലലും തിന്നലും പ്രചുരപ്രചാരം നേടുകയും ചെയ്തത്. മദ്യമാംസാദികൾ യഥേഷ്ടം ഭുജിക്കാൻ വേണ്ടിയും സ്വാർത്ഥ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയും വേദങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്ത ബുദ്ധിരാക്ഷസന്മാരാണ് ബലി തുടങ്ങിയ ക്രൂരമായ ആചാരങ്ങൾ മതാനുഷ്ഠാനങ്ങളുടെ ഭാഗമാക്കി തീർത്തത്. ലോകമതങ്ങളുടെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം മനുഷ്യ നന്മയാണ്. മനുഷ്യൻ മാത്രം ഉൾക്കൊള്ളുന്ന ലോകം ഒരിക്കലും യാഥാർത്ഥ്യമായി ഭവിക്കുന്നതല്ല. സർവജീവികളുടെയും നന്മ ഉറപ്പാക്കിയാൽ മാത്രമേ മനുഷ്യ നന്മയ്ക്ക് പുലരുവാൻ സാധിക്കുകയുള്ളൂ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് ഭാരതീയ ഋഷീശ്വരന്മാർ പ്രാർത്ഥിച്ചതിൻ്റെ രഹസ്യം ഇതാണ്. പരസ്പരം കൊന്നു തിന്നുന്ന പ്രകൃതം ജന്തുപ്രകൃതമാണ്. വിവേകബുദ്ധിയുള്ള മനുഷ്യൻ ആ പ്രകൃതിയെ അതിജീവിച്ച് മുന്നേറുവാൻ ബാധ്യസ്ഥനാണ്. ഇക്കാര്യം ലോകരുടെ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കേണ്ടത് ധാർമ്മികളാണ്. ഉത്തമധർമ്മം ആചരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടത് മതപണ്ഡിതന്മാരാണ്. മതങ്ങളെല്ലാം സുചിന്തിതങ്ങളും സുനിശ്ചിതങ്ങളും സുഗ്രാഹ്യങ്ങളുമായ ജീവിതമൂല്യം ഉയർത്തിപ്പിടിക്കാൻ സഹായിക്കുന്നവയായി തീരണമെങ്കിൽ കൊല്ലലിൻ്റെയും തിന്നലിൻ്റെയും വാസന മതാനുയായികളിൽ പെരുകാതിരിക്കാൻ മതനേതാക്കൾ ശ്രദ്ധിച്ചേ മതിയാകൂ. കൊല്ലാനും തിന്നാനുമല്ല, മറിച്ച് ജീവകാരുണ്യ മൂല്യത്തെ ഊട്ടിയുറപ്പിക്കാനും കൃപാലുക്കളായി ജീവിക്കാനും മനുഷ്യരെ പഠിപ്പിക്കുകയാണ് വേണ്ടതെന്നും ലോക മതനേതാക്കൾക്ക് ഗുരു നൽകിയിരിക്കുന്ന ഈ മഹത്തായ ഉപദേശം മർമ്മജ്ഞനായൊരു മേധാവിക്കു മാത്രം നൽകാൻ കഴിയുന്ന ഉപദേശമാണ്. മതനിഷേധം കൂടാതെ തന്നെ മതാതീത ആത്മീയതയെ ദർശിച്ച മഹാഗുരുവിൻ്റെ പ്രായോഗിക അദ്വൈത ബോധം വിളിച്ചോതുന്ന ഒരു ശ്ലോകമാണിത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം പുലരുമാറാകട്ടെ.